ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ഗംഗയ്ക്ക് കല്യാണം ആലോചനയൊക്കെ വന്നിരിക്കുകയാണ് കേട്ടോ. ഇന്ന് പെണ്ണ് കാണാൻ വരുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ വീട്ടിലെല്ലാവരും വളരെയേറെ സന്തോഷത്തോടു കൂടി കാര്യങ്ങളൊക്കെ തയ്യാറാക്കുകയാണ്. ഇതേസമയം നമ്മുടെ കാവേരി പുറത്തു പോവുക. അപ്പോൾ നമ്മുടെ നവീൻ കാവേരിയുടെ വണ്ടിയുടെ പിന്നാലെ വന്ന് ഓവർടേക്ക് ചെയ്ത് നിർത്തിക്കുക. എന്താടോ തനിക്ക് ഇനി എന്നെ ശല്യത്തിനായിട്ട് പിന്നാലെ കൂടേക്കുവാണോ? താനും തന്നെ അമ്മയും എന്നെ മനസ്സമാധാനത്തോടെ ഒരിടത്ത് പോകാൻ പോലും സമ്മതിക്കില്ലേ എന്ന് ചോദിക്കാം. അപ്പം നവൻ കയ്യിലിരുന്ന ലെറ്റർ എടുത്ത് കാണിക്കോ. ഹോ, വീണ്ടും താൻ ആ ലെറ്റർ എടുത്ത് വന്നേക്കുക. എന്ത് ധൈര്യം ഉണ്ടായിട്ടാടോ എൻ്റെ അനിയത്തിക്ക് ലെറ്റർ എഴുതി അത് എൻ്റെ കയ്യിൽ തന്നെ കൊണ്ടുതരാൻ തനിക്ക് എങ്ങനെ ധൈര്യം വന്നു എന്ന് ചോദിക്കുക. എൻ്റെ പൊന്നു ഗംഗേ, നീ ഇങ്ങനെ തുടങ്ങല്ലേ. ഈ ലെറ്റർ ഒന്നെടുത്ത് വായിച്ചു നോക്കാനോ? എനിക്ക് ലവ് ലെറ്റർ വായിക്കലല്ല എൻ്റെ തൊഴിൽ. മേലാൽ ഈ വക ചീപ്പ് പരിപാടിയായിട്ട് എൻ്റെ കുടുംബത്തിലേക്ക് കയറി വരാനും പാടില്ല എന്ന് പറയേ. അപ്പോൾ പെട്ടെന്ന് നവീൻ അത് തുറന്നു കാണിക്കും. അതിൻ്റെ പുറകിൽ എഴുതിയിട്ടുണ്ട് ഇത് ആർക്കാന്നുള്ളത്. നീ ഇപ്പോൾ വായിച്ചു നോക്ക്. അപ്പോൾ ഗംഗയെന്നും അതുപോലെ തന്നെ വിനീത് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതേ നിന്റെ വിനീതേട്ടൻ ഗംഗയ്ക്ക് വേണ്ടി എഴുതിയതാ, അല്ലാതെ നിന്റെ അനിയത്തിക്ക് വേണ്ടി എഴുതിയതല്ല എന്ന് പറയവേ. താനത് വായിച്ചു നോക്കുക. അത് വായിക്കുമ്പം വിനീതിന്റെ ഹൃദയം എന്താണെന്ന് തന്നെ കാവേരി അത് തുറന്ന് വായിക്കാനായിട്ട് നോക്കുക. അല്ല വേണ്ട, ഞാൻ തന്നെ വായിക്കാം. എൻ്റെ ജീവനെ എന്നും പറഞ്ഞ് കാവേരിനെ നോക്കിയ നവീൻ വായിക്കുന്നത്. അപ്പൊ പറയും, ജീവനോ? ആര്? അപ്പം പറയും, അത് നിന്റെ ചേച്ചിയെ പറ്റി വിനീത് എഴുതിയിരിക്കുന്ന, അല്ലാതെ ഞാൻ എഴുതിയതല്ല. എന്നിട്ട് നമ്മൾ രണ്ടുപേരെയും തഴുകിപ്പോകുന്ന കാറ്റ് ഒരുപോലെയാണ്. പക്ഷെ നിനക്ക് ആ കാറ്റ് കുളിരാകുമ്പോൾ എൻ്റെ ദേഹത്ത് അത് പൊള്ളലായിട്ടാണ് മാറുന്നത്. നീയില്ലാത്ത ജീവിതം എനിക്ക് ഓർക്കാനേ പറ്റില്ല. ബെൽറ്റ് പൊട്ടിയ മെഷീൻ കറങ്ങുന്ന പോലെയാ നീയില്ലാത്ത എൻ്റെ ജീവിതം എന്നൊക്കെ പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. അത് കേൾക്കുമ്പം കാവേരി ഭയങ്കരമായിട്ട് ചിരിക്കും. എന്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്, എന്തൊക്കെ മണ്ടത്തരവാ. ഉപ്പില്ലാത്ത കഞ്ഞി, ബെൽറ്റില്ലാത്ത മിഷ്യൻ, ഇത്രയ്ക്കും വിവരമില്ലാതെ ആരായി കത്ത് എഴുതിയത്? എന്തായാലും വിനീതേട്ടൻ ഇത്ര വിവരക്കേട് സ്വന്തമായിട്ട് എഴുതി വെക്കുകയല്ല, ഇത് മറ്റാരോ എഴുതിയതാ. അത് പിന്നെ വിനീത് പറഞ്ഞിട്ട് ഞാനാ എഴുതിയത്. തോന്നി. ഇങ്ങനെ മണ്ടത്തരമൊന്നും എഴുതി പിടിപ്പിക്കാതെ എന്ന് നവീനോട് കാവേരി പറയൂട്ടോ. താൻ തൻ്റെ ചേച്ചിക്ക് ഇതൊന്ന് കൊണ്ടു കൊടുക്കുമോ? വിനീതിനാകെ സങ്കടമാ എന്ന് പറയാം. എടോ, ഇനി ഇത് കൊണ്ട് കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ലടോ. ചേച്ചിക്ക് വേറെ കല്യാണാലോചന ശരിയായിട്ടുണ്ട്. ഇന്ന് പെണ്ണ് കാണാൻ കൂട്ടര് വരുന്നുണ്ട് എന്ന് പറയാം. വിനീതിന് എന്ത് ഇഷ്ടമാക്കാൻ തൻ്റെ ചേച്ചി ഗംഗയെ, എന്നിട്ട് അവനെ തഴിഞ്ഞെന്താ മറ്റൊരു കല്യാണാലോചന മുന്നോട്ട് കൊണ്ടുപോകുന്നേ എന്ന് നവീൻ ചോദിക്കും. അത് പിന്നെ എടോ, ഈ പ്രണയം ഇഷ്ടം എന്നൊക്കെ പറയുന്നതേ അതൊക്കെ ഓർഗാനിക്കായിട്ട് വരേണ്ട കാര്യങ്ങളാണ്. അതായത് ഒരു പൂ വിരിയുന്ന പോലെ രണ്ട് ഭാഗത്തും ആ പൂ വിരിഞ്ഞാലേ ആ പ്രണയത്തിന് മനോഹാരിത ഉണ്ടാവുള്ളൂ. അല്ലാതെ ഒരിടത്ത് പൂ വിരിയും ഒരിടത്ത് പൂവിന് ഒരു കോട്ടവും വരാതെ ഇരിക്കുകയും ചെയ്താൽ അവിടെ പ്രണയം ഉണ്ടാവില്ലടോ. അതുപോലെയാ ഗംഗേച്ചിയുടെയും വിനീതേട്ടൻ്റെയും കാര്യം. വിനീതേട്ടന് ഗംഗേച്ചിയോട് വളരെയേറെ സ്നേഹമുണ്ട്. പക്ഷെ ഗംഗേച്ചിക്ക് തിരിച്ച് അങ്ങനെ ഒരു സ്നേഹമോ സൗഹൃദമോ ഒന്നും വിനീതേട്ടനോട് തുടങ്ങുന്നില്ല. ചേട്ടൻ്റെ സ്വഭാവം എല്ലാവർക്കും ഇഷ്ടമാണ് താനും. പക്ഷേ ലൈഫ് പാർട്ട്ണറായി ചേച്ചിക്ക് വിനീതേട്ടനെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറയേ. എന്നാലും അവൻ എന്തുമാത്രം സ്നേഹമാണ് ഗംഗേനെ. ഗംഗയില്ലാതെ ഒരു ജീവിതത്തെപ്പറ്റി അവൻ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലുമില്ല. അങ്ങനെയുള്ളപ്പം ഗംഗ എന്താ മറ്റൊരാളെ തിരഞ്ഞെടുത്തത് എന്ന് വിനീത് ചോദിക്കും. അതിപ്പോൾ ഞാൻ എന്താ പറയാ, ചേച്ചിയുടെ ജീവിതമല്ലേ. ചേച്ചിക്കും കൂടി വിനീതേട്ടനോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ വിവാഹത്തിൽ എന്തെങ്കിലും തടസ്സമുണ്ടേ ഞങ്ങളെല്ലാം കൂടെ നിന്ന് സപ്പോർട്ടായി നിന്നേനെ. പക്ഷെ ഇതങ്ങനെയല്ലല്ലോ. വിനീതേട്ടന് ചേച്ചിയോട് സ്നേഹമുണ്ട്. പക്ഷെ ചേച്ചിക്ക് തിരിച്ച് വിനീതേട്ടനോട് അങ്ങനെ ഒരു സ്നേഹമില്ല. ചേച്ചിക്ക് വിനീതേട്ടൻ്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പം നിർബന്ധിച്ച ആ ബന്ധത്തിലേക്ക് എങ്ങനെയാണ് ഞങ്ങൾ തളച്ചിടുക? അത് ചേച്ചിയോട് ചെയ്യുന്ന ക്രൂരതയല്ലേ. ചേച്ചിക്ക് ഈ നാടൊക്കെ വിട്ട് പുറത്തു പോയി ജോലിയായിട്ട് ജീവിക്കാനൊക്കെ ആഗ്രഹം. പുറത്ത് ജോലിയുള്ള ആളെ കല്യാണം കഴിച്ച് ഒരുപാട് സ്ഥലങ്ങൾ കാണണം, അങ്ങനെ ഒരു ജീവിതത്തെ പറ്റിയൊക്കെയാണ് ചേച്ചി സ്വപ്നം കാണുന്നത്. അങ്ങനെയുള്ളപ്പം ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഇനിയിപ്പം അതിനെപ്പറ്റി ഒന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. വിനീതേട്ടന് യോജിക്കുന്ന ഒരു പെൺകുട്ടി വിനീതേട്ടൻ്റെ ജീവിതത്തിലേക്കും വരട്ടെ, അങ്ങനെ പ്രാർത്ഥിക്കാനല്ലേ എനിക്ക് സാധിക്കൂ എന്നും പറഞ്ഞിട്ട് അവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് പോവാണ് കേട്ടോ കാവേരി. അതേസമയം വീട്ടിലെല്ലാവരും വളരെയേറെ സന്തോഷത്തോടു കൂടി തന്നെ ഇരിക്കുകയാണ്. യമുനയും നിളയും കൂടി ഗംഗനെ ഒരുക്കി സുന്ദരി കുട്ടിയാക്കുക. സാരി കൊടുത്ത് മുല്ലപ്പൂ ഒക്കെ വെച്ച് മാലയൊക്കെ ഇട്ട് സുന്ദരിയായിട്ടുണ്ട്. ഇപ്പം ചേച്ചിനെ കണ്ട ചെറുക്കൻ ഇപ്പം തന്നെ കെട്ടിക്കൊണ്ട് പോകുമെന്ന് എനിക്ക് സംശയം എന്ന് യമുന പറയും. അയ്യോ, ഇപ്പൊ ഗംഗേച്ചി കല്യാണം കഴിച്ചു പോവോ എന്ന് നില ചോദിക്കും. ഇവള് വെറുതെ പറയുന്നേടി. ചെറുക്കനും കൂട്ടർക്കും എന്നെ ഇഷ്ടപ്പെട്ടിട്ട് അതിനുശേഷം ഒരുപാട് ചടങ്ങുകളൊക്കെ ഉണ്ട്. അതിനൊക്കെ ശേഷമേ കല്യാണം കഴിഞ്ഞ് ഈ ചേച്ചി ഇവിടുന്ന് പോകത്തുള്ളൂ. ചേച്ചി ഇപ്പോൾ ഒരുപാട് സുന്ദരി ആയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് അവിടേക്ക് ശാരദ കടന്നു വരിക. എങ്ങനെയുണ്ടമ്മേ ചേച്ചി ഒരുങ്ങിക്കഴിഞ്ഞപ്പം? ഗംഗമോൾ അല്ലേലേ സുന്ദരിയല്ലേ, ഇപ്പോൾ ഒന്നുകൂടി സുന്ദരിയായിട്ടുണ്ട്, നന്നായിട്ടുണ്ട് എന്ന് പറയാണ്.
പെട്ടെന്ന് കാവേരി വീട്ടിലേക്ക് കയറി വരിക. അപ്പം ഇതൊന്നും ഇഷ്ടപ്പെടാതെ ഒരാൾ അവിടെ ഇരിപ്പുണ്ട്. വേറെ ആരുമല്ല, മുത്തശ്ശി. അപ്പോൾ മുത്തശ്ശിക്കാണെങ്കിൽ ദേഷ്യം വന്നേ ഇരിക്കുന്നത്. അപ്പം മുത്തശ്ശിയുടെ എക്സ്പ്രഷനൊക്കെ നമ്മുടെ കാവേരി ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ കാവേരി ഒന്നും ചോദിക്കുന്നില്ല കേട്ടോ. പെട്ടെന്ന് ശാരദ മുത്തശ്ശിയോട് പറയും, ദേ അമ്മ ഇങ്ങനെ മുഖവും വീർപ്പിച്ച് അവർ വരുമ്പോൾ ഇരിക്കരുത്, അവരോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം, ചുമ്മാ ഉടക്ക് പറയാൻ നിൽക്കരുത് എന്ന് പറയാം. ഓ, ഞാനിനി ചിരിക്കാത്തതിൻ്റെ കുഴപ്പമുള്ളൂ, എൻ്റെ മകൾക്കും കൊച്ചുമോനും വേദന നൽകിയിട്ടാ നിങ്ങൾ ഈ കല്യാണം ആലോചിച്ച് നടത്തുന്നതെന്ന് ഓർക്കണം, എന്നിട്ട് എന്നെ ഇനി ചിരിപ്പിക്കാഞ്ഞതിനാ എന്ന് പറയും. എൻ്റെ പൊന്നമ്മേ, ഞാൻ വെറുതെ പറഞ്ഞതാ, അമ്മയ്ക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യുക എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ടോണ്ട് പെട്ടെന്ന് അരവിന്ദനും അങ്ങോട്ട് കയറി വരികയാണ്. എന്താ ഇവിടെ ഒരു സംസാരം? ഓ, ഞാനിനി ചിരിക്കണമെന്ന് പറയാനായിരിക്കും നീയും ഇങ്ങോട്ട് കയറി വന്നതേ. ഇത് എൻ്റെ മകൻ പണിത വീടാ, അതുകൊണ്ട് എനിക്കിവിടെ ചിരിക്കണോ ചിരിക്കാതിരിക്കണോ എന്നൊക്കെ ഞാൻ തീരുമാനിക്കും കേട്ടോ ശാരദ എന്ന് പറയും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അരവിന്ദൻ കണ്ണടച്ച് ശാരദനെ കാണിക്കും. രണ്ടുപേരും എന്തെങ്കിലും ചെയ്യുക എന്നും പറഞ്ഞ് ശാരദ അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. അന്നേരം പെട്ടെന്നാണെങ്കിൽ അച്ഛമ്മയുടെ ഈ മുഖമൊക്കെ കാണുമ്പോൾ കാവേരിക്ക് സങ്കടം വരിക. അപ്പോൾ കാവേരി അച്ഛൻ്റെ അടുത്ത് ചെന്ന് ചോദിക്കും, ഇതൊക്കെ എന്ത് ചെയ്യും? അത് സാരമില്ല, അതൊക്കെ നമുക്ക് സോൾവ് ചെയ്യാം എന്ന് കണ്ണടച്ച് അച്ഛൻ കാവേരിയോട് പറയണേ. പെട്ടെന്നാണ് ജയബാലൻ ചെറുക്കനെയും കൂട്ടരെയായിട്ട് കയറി വരുന്നത്. അപ്പോൾ ചെറുക്കൻ കൂട്ടർക്ക് വീടും പരിസരമൊക്കെ കാണുമ്പോൾ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവർ പരസ്പരം പറയും, എന്തായാലും നല്ല വിലയായിട്ടുണ്ട് ഈ വീടിനും, നല്ല ഭംഗിയുണ്ട് കാണാൻ എന്ന് പറയാം. ഗൾഫുകാരനല്ലേ, ഇഷ്ടം പോലെ കാശ് കാണും എന്ന് കൂടെ വന്നവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാണ് കേട്ടോ. കയറി വാ, ഇതാ അരവിന്ദൻ്റെ വീട് എന്ന് പറഞ്ഞ് ജയബാലൻ അവരെ അകത്തേക്ക് ക്ഷണിക്കുക. അപ്പോൾ പുറത്ത് തന്നെ അരവിന്ദനും ശാരദയും എല്ലാവരും നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരോടും കയറി ഇരിക്കാനൊക്കെ പറയാണ് കേട്ടോ. ചൂടും വീടും പരിസരവും എല്ലാം അവരിങ്ങനെ ചുറ്റും നോക്കുവാണ്. ഇതാലേ അരവിന്ദൻ എന്ന് ചെറുക്കൻ്റെ അച്ഛൻ ചോദിക്കും. അതെ, ഞാൻ അരവിന്ദൻ, ഇതെൻ്റെ ഭാര്യ ശാരദ, അത് അമ്മ രാധ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും പരിചയപ്പെടുത്തും കേട്ടോ. അപ്പോൾ ജയബാലൻ പറയും, ഇത് ചെറുക്കൻ്റെ അച്ഛൻ, ഇത് ചെറുക്കൻ്റെ അമ്മ എന്നും പറഞ്ഞിട്ട് അവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിചയപ്പെടുത്തുവേ. അപ്പോൾ ചെറുക്കൻ്റെ പേര് ഋഷി എന്നാ. ഋഷി മാത്രം വന്നിട്ടില്ല, അവന് ലീവ് കിട്ടിയില്ല. അച്ഛനോടും അമ്മയോടും പെണ്ണിനെ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണ് അവൻ പറഞ്ഞത്. ഗംഗയുടെ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ അവൻ ഇഷ്ടപ്പെട്ടിട്ടുമുണ്ട് എന്ന് പറയുകയാണേ. എന്നാൽ പിന്നെ നമ്മൾ സംസാരിച്ച് സമയം കളയണ്ട, മോളെ വിളിക്കാമല്ലേ എന്ന് ജയബാലൻ അരവിന്ദനോട് ചോദിക്കും. ആയിക്കോട്ടെ, ജയബാലൻ എൻ്റെ ആത്മാർത്ഥ സുഹൃത്താ, ഞങ്ങൾ പിച്ച വെച്ച് നടന്നപ്പോൾ തൊട്ട് തുടങ്ങിയ സൗഹൃദമാണ്. ഇവൻ പറഞ്ഞാൽ എനിക്കൊരു അപ്പീലും ഇല്ല, എനിക്ക് ആരിലും വലുതാ ഇവൻ എന്നൊക്കെ പറഞ്ഞ് അരവിന്ദൻ ജയബാലനെ പറ്റി സംസാരിക്കുകയാണ് കേട്ടോ. അത് പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി, ജയബാലേട്ടൻ്റെ സംസാരത്തിൽ തന്നെ അരവിന്ദൻ എത്രമാത്രം വേണ്ടപ്പെട്ട ആളാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു എന്ന് വന്നവരും പറയുവാണേ. പെട്ടെന്ന് ഗംഗേനെ ആയിട്ട് അങ്ങോട്ട് യമുന ഒക്കെ വരികയാണ്. ഇതാ എൻ്റെ മൂത്ത മകൾ ഗംഗ എന്നും പറയുകയാണ്. അപ്പോൾ ഗംഗയോട് പറയും അരവിന്ദൻ, എല്ലാവർക്കും ചായ കൊടുക്കുമോളെ എന്ന് പറയും കേട്ടോ. അപ്പോൾ ചായ എല്ലാവർക്കും കൊടുക്കുവേ. എന്നിട്ട് പറയും, ഇത് രണ്ടാമത്തെ മകൾ കാവേരി, ഇത് യമുന, മൂന്നാമത്തെ മോള, പിന്നെ ഇത് നെള. അപ്പം അവർ ചോദിക്കും, എല്ലാവർക്കും നദികളുടെ പേരാണല്ലോ. എനിക്ക് നദികളൊക്കെ ഒരുപാട് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് മക്കൾക്കെല്ലാം നദികളുടെ പേര് തന്നെ ഇട്ടത്. അഞ്ചാമത് ഒരു മകളൂടി ഉണ്ടായ നർമ്മദ ഇടായിരുന്നു എന്ന് ആ കൂടെയുള്ളൊരു അമ്മാവൻ പറയും കേട്ടോ. അതെ എന്നപ്പോൾ പറഞ്ഞ് എല്ലാവരും പരസ്പരം ചിരിക്കും. മോളെ എൻ്റെ മകൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു, മോൻ്റെ പേരറിയാലോ അല്ലേ, ഋഷി എന്ന പേര്. അച്ഛനും അമ്മയും നേരിട്ട് ചെന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ബന്ധമായിട്ട് മുന്നോട്ട് പോകാമെന്നാണ് അവൻ പറഞ്ഞത്. അവന് ലീവ് കിട്ടാത്തത് കൊണ്ടാട്ടോ വരാത്തത് എന്ന് ചോദിക്കാം. അപ്പോൾ അരവിന്ദൻ ചോദിക്കും, അവന് എഞ്ചിനീയർ അല്ലേ എന്ന് ചോദിക്കും കേട്ടോ. അതെ, എഞ്ചിനീയറാണ്, പക്ഷേ ഇവിടെ അല്ല വർക്ക് ചെയ്യുന്നത്, പുറത്താണ്, ദുബായിൽ. അപ്പോൾ കല്യാണത്തിന് ശേഷം മോളെയും കൂടെ കൊണ്ടുപോകുമായിരിക്കും അല്ലേ? പിന്നല്ലാതെ, ഇന്നത്തെ കാലത്ത് ഭാര്യയും ഭർത്താവും രണ്ടിടത്തൊന്നും നിൽക്കുന്ന പരിപാടി ഇല്ലല്ലോ, അവൻ കൂടെ കൊണ്ടുപോകുക തന്നെ ചെയ്യും എന്ന് ചെറുക്കൻ്റെ അമ്മ പറയും കേട്ടോ. അതെന്തായാലും നന്നായി. അല്ല, മോൾ എത്ര വരെ പഠിച്ചു എന്ന് ചോദിക്കേ. അപ്പം പെട്ടെന്ന് ഗംഗ തല കുനിച്ച് നിൽക്കുക. അപ്പം നമ്മുടെ മുത്തശ്ശി ചാടിക്കയറി പറയും, അവൾ ഒത്തിരി പഠിച്ചിട്ടൊന്നുമില്ല, +2 തോറ്റു എന്ന് പറയേ. അപ്പോൾ ആ സന്ദർഭത്തെ എങ്ങനെയെങ്കിലും ലഘൂകരിക്കാനായിട്ട് ശാരദ പറയും, ഇളയവള് ഇപ്പം BA സെക്കൻഡ് ഇയറിന് പഠിച്ചുകൊണ്ടിരിക്കുക, അതുപോലെ യമുന അവൾക്ക് IAS ആവണമെന്ന് ആഗ്രഹം, അവൾ നന്നായിട്ട് പഠിക്കും. മുത്തശ്ശി പറയും, എൻ്റെ ശാരദേ, അവൾ ചോദിച്ചത് നിൻ്റെ ബാക്കി മക്കളുടെ വിവരമൊന്നുമല്ല, നിൻ്റെ ഗംഗമോളുടെ വിവരമോ, അവളെന്തുമാത്രം പഠിച്ചു എന്നാണ് ചോദിക്കുന്നത് എന്ന് പറയേ. അപ്പോൾ അരവിന്ദ് പറയും, അവളുടെ പഠിത്തമൊന്നും നിങ്ങൾ നോക്കണ്ട, അവൾക്ക് നന്നായിട്ട് വീട് നോക്കാൻ അറിയാം, നിങ്ങളുടെ കുടുംബത്തെ നന്നായിട്ട് നോക്കും, പിന്നെ അവൾക്ക് വേണ്ടതെല്ലാം കണ്ടറിഞ്ഞ് തന്നെ ഞാൻ തന്നോളാം എന്ന് പറയും കേട്ടോ. അത് കേൾക്കുമ്പോൾ ചെറുക്കൻ കൂട്ടർക്കങ്ങ് സന്തോഷമാവുക. അത് അരവിന്ദയുടെ വേണ്ടത് ചെയ്യുന്നത് ഞങ്ങൾക്കറിയാലോ, എന്തായാലും സമ്പത്തൊന്നും അല്ലട്ടോ ഞങ്ങൾ നോക്കുന്നത്, പിന്നെ വിദ്യാഭ്യാസവും വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല,
നല്ലൊരു പെണ്ണ്, അവനെ നന്നായിട്ട് നോക്കണം, ഞങ്ങളുടെ കുടുംബത്തോടെ ഇണങ്ങിപ്പോകുന്ന ഒരു കുട്ടിയായിരിക്കണം, അതിനപ്പുറം ഞങ്ങൾക്കൊന്നുമില്ല, അല്ലാതെ വിദ്യാഭ്യാസത്തിനൊന്നും ഇന്നത്തെ കാലത്ത് ഞങ്ങൾ ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് പറയാം. അരവിന്ദൻ പറയും, അതൊക്കെ അവൾ നന്നായിട്ട് നോക്കും, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവൾക്ക് നല്ല കഴിവുള്ളവളാ എന്ന് പറയൂ കേട്ടോ. എൻ്റെ മകളെ ഒന്നുകൊണ്ട് നിങ്ങൾ കുറച്ച് കാണരുത്, അവൾക്കുള്ളതെല്ലാം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് അരവിന്ദൻ പറയുവേ. അപ്പം അവരിങ്ങനെ പരസ്പരം സംസാരിക്കുക. എന്തായാലും മോളെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഫോട്ടോ കണ്ടതിലും സുന്ദരിയായിട്ടുണ്ട്, മോളുടെ നമ്പർ ഞങ്ങൾക്കൊന്ന് തരണം കേട്ടോ, അവന് കൊടുക്കാനാ, രണ്ടുപേരും പരസ്പരം ഒന്ന് വിളിച്ച് സംസാരിച്ചൊരടുപ്പമൊക്കെ ഉണ്ടാക്കട്ടെ, എന്നാലല്ലേ മുന്നോട്ട് കല്യാണമൊക്കെ ആവുമ്പം മനസ്സ് തുറന്ന് സന്തോഷിക്കാൻ പറ്റൂ, അല്ലാതെ അന്ന് ചെറുക്കനെ കാണുമ്പോൾ അല്ലെ മോൾക്കും അതൊരു ബുദ്ധിമുട്ടാവില്ലേ എന്ന് പറയും കേട്ടോ. അപ്പം അരവിന്ദൻ പറയും, മോളുടെ നമ്പർ അമ്മയുടെ കൈ കൊടുക്കണം കേട്ടോ എന്ന് പറയും. ശരി അച്ഛ എന്ന് പറയുകയാണേ. അങ്ങനെ എല്ലാവരും വളരെയേറെ സന്തോഷത്തോടു കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കല്യാണം തന്നെ ഏകദേശം ഉറപ്പിച്ച മട്ട. അതേസമയം വിശാലാണെങ്കിൽ യമുനയെ വിളിച്ച് പുറത്തോട്ട് പോയി സംസാരിക്കുകയാണേ. അല്ല യമുനെ, നമ്മളിവിടെ ചുമ്മാ അകത്തിരുന്ന് ബോറടിക്കുമോ, അതാ ഞാൻ നിന്നോട് പുറത്തോട്ട് വരാൻ പറഞ്ഞത്, ഇവിടെ ഇങ്ങനെ നിന്ന് സംസാരിക്കാനൊക്കെ എന്താ രസം എന്ന് പറയണം. ഇപ്പം ഇതുപോലൊരു പെണ്ണ് കാണൽ ചടങ്ങുമായിട്ട് ഞാനും ഉടനെ ഇങ്ങോട്ട് വന്നാലോ എന്ന് ആലോചിക്കുന്നത്. വിശാലെ, നീ ഇത് സീരിയസ് ആയിട്ടാണോ? ഞാൻ കരുതി നീ എന്നെ ഫ്ലേറ്റ് ചെയ്യുന്ന ആയിരിക്കുമെന്ന്, പിന്നെ എനിക്കൊരു കമ്പനി ആകുമല്ലോ എന്ന് കരുതി സംസാരിച്ച് നിന്നേ ഉള്ളൂ. നീ അങ്ങനെയാണോ കാണുന്നത്? നിനക്കിത് ഫ്ലേറ്റിംഗ് ആയിരിക്കും, പക്ഷെ എനിക്കിത് ജീവിതമാണ്. പക്ഷേ നമ്മുടെ ഈ കല്യാണത്തിൽ ഒരു ത്രില്ലുമില്ല. അതെന്താ? എൻ്റെ വീട്ടിലും പ്രശ്നം കാണില്ല, നിൻ്റെ വീട്ടിലും പ്രശ്നം കാണില്ല. അവർ നമുക്ക് രണ്ടുപേർക്കും കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും പെട്ടെന്ന് തന്നെ സമ്മതിച്ച് തരികയും ചെയ്യും. അങ്ങനെയുള്ളപ്പം ഇതിലെന്താ ഒരു ത്രില്ല്? ഒരു ഒളിച്ചോട്ടം, ഒരു ചേസിങ്, ഇതൊക്കെ ഉണ്ടെങ്കിലല്ലേ ഒരു ത്രില്ലുള്ളൂ ലൈഫിൽ എന്ന് പറയുമോ? ഓഹോ, അപ്പം നീ എന്നെ കല്യാണം കഴിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണോ? അതെ, ഇപ്പോഴല്ല, നമ്മളുടെ രണ്ടുപേരുടെ എഡ്യൂക്കേഷനൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ ആയി ഒന്ന് സെറ്റിലായ ശേഷം ഞാനിവിടെ വരും, എനിക്ക് യമുനക്കുട്ടിയെ കല്യാണം കഴിച്ച് തരുമോ അരവിന്ദങ്ങളെ എന്ന് ചോദിക്കാൻ. അപ്പം ഇതും കണ്ടോണ്ടാ കാവേരി അങ്ങോട്ട് വരുന്നത്. യമുനയും വിശാലും കൂടി മാറുന്നത് സംസാരിക്കുന്നത് കാണുമ്പോൾ കാവേരിക്ക് അതങ്ങ് ഇഷ്ടമാവുന്നില്ല. അപ്പോൾ കാവേരി പെട്ടെന്ന് വിശാലിനെ വിളിക്കും. വിശാലെ, ഇതെന്തിനാ ജയബാലങ്കളി വിളിക്കുന്നുണ്ട്? അച്ഛനറിയാലോ ഞാനിവിടെ ഉണ്ടെന്ന്, പിന്നെന്താ എന്നെ വിളിക്കുന്നത്? അതെനിക്കറിയില്ല, നീ ചെന്ന് ചോദിക്കുക എന്ന് പറയും. എന്നാൽ ശരി യമുനെ, ഞാൻ എന്താന്ന് കാര്യം തിരക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് വിശാൽ അകത്തേക്ക് പോവാം. യമുന അവിടെ ഒന്ന് നിന്നേ. എന്താ ചേച്ചി, നീ ഈ ചെയ്യുന്നത് നല്ലതായിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ? അവനെൻ്റെ ഫ്രണ്ടല്ലേ, എൻ്റെ കോളേജിലല്ലേ പഠിക്കുന്നത്? അതെ, ഒരേ കോളേജിൽ ഒരുമിച്ചിരുന്ന് പഠിക്കുന്നു, എന്നിട്ടും നിനക്ക് എന്താ ഇവിടെ മാറി നിന്ന് സംസാരിക്കാനുള്ളത്? അവരെല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോൾ നിങ്ങൾ രണ്ടും മാറി വന്ന് പുറത്തുനിന്ന് സംസാരിക്കുന്നത് അത്ര ശരിയായ നടപടിയൊന്നുമല്ല. ഈ വക സ്വഭാവമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യരുത്. അതുകൊണ്ട് നിന്നെ സൂക്ഷിക്കാനുള്ള കാര്യങ്ങൾ നീ സൂക്ഷിക്കണം. എന്തെങ്കിലും ചീത്തപ്പേരുണ്ടായിക്കഴിഞ്ഞാൽ അത് നിന്നെ മാത്രമേ ബാധിക്കുള്ളൂ. അത് നീ എപ്പോഴും ചിന്തിക്കണം. അവനൊന്നും നഷ്ടപ്പെടാനില്ല എന്ന് പറയും. ഞാൻ പറഞ്ഞു തരാനുള്ളത് തന്നു, ഇനി നിൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് കാവേരി അകത്തേക്ക് പോവാണ് കേട്ടോ. അപ്പം ഗംഗയും കാവേരിയുടെ പിന്നാലെ അകത്തേക്ക് ചെല്ലാം. അങ്ങനെ കല്യാണക്കാരും ഒക്കെ ഏകദേശം ഫിക്സ് ആയിട്ടോ. ചെറുക്കന് കൂട്ടർക്ക് പെണ്ണിനെയും വീട്ടുകാരെയും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, പെണ്ണിനും തിരിച്ച് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഗൾഫുകാരനാന്ന് പറഞ്ഞപ്പോൾ തന്നെ ഗംഗയ്ക്ക് ഒരുപാട് ഇഷ്ടമായി. അതേസമയം നമ്മുടെ വിനീതിൻ്റെ വീട്ടിൽ സുജാതയാണെങ്കിൽ എങ്ങനെ ഈ കല്യാണം മുടക്കാം എന്നുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ലൂസിയമ്മ എന്ന് പറഞ്ഞ് അവരുടെ നാട്ടിൽ തന്നെയുള്ള ഒരു സ്ത്രീയുണ്ട്. അവർ ഈ ബ്രോക്കർ പണിയൊക്കെ നടത്തുന്ന ആളാണ്. അവരെ പിടിച്ച് അടുത്തിരുത്തിയിരിക്കുക. അല്ല, ചെറുക്കൻ കൂട്ടർ എവിടെ നിന്നാണെന്ന് വല്ലതും ലൂസിയമ്മ അറിഞ്ഞോ എന്ന് ചോദിക്കും. അത് പിന്നെ ശാരദയുടെ വായിൽ നിന്ന് തിരുവല്ലാന്നെന്നും കണ്ട് വീണു, വലിയ കൂട്ടരാന്നാ പറഞ്ഞേ, ഗൾഫിലും ചെറുക്കൻ എഞ്ചിനീയറാ, നല്ല സ്വത്തൊക്കെ കൊടുത്ത് അവളെ കല്യാണം കഴിച്ച് വിടുന്നതെന്ന് ഒരു ശ്രുതിയുണ്ട് എന്ന് പറയുവേ. ഈ കല്യാണം അങ്ങനെ നടക്കാൻ പാടില്ല എന്ന് സുജാത മനസ്സിൽ പറയും. എൻ്റെ മകനെ തഴഞ്ഞിട്ടല്ലേ അവൾ വലിയ കൊമ്പത്തെ വീട്ടിലേക്ക് കയറിപ്പോകാൻ പോകുന്നത്. അവളുടെ സ്വപ്നങ്ങളൊക്കെ തകരണം, എങ്കിൽ മാത്രമേ എനിക്ക് സമാധാനം കിട്ടുള്ളൂ എന്ന് പറയാം. അല്ല സുജാതെ, നീ എന്താ ഇത്ര ചിന്തിക്കാനിരിക്കുന്നത്? നിന്റെ അമ്മ അവിടെയല്ലേ രാധമ്മ? രാധമ്മയോട് വിളിച്ച് കാര്യങ്ങളൊക്കെ തിരക്കാൻ നിനക്ക് അറിയാവുന്നതല്ലേ ഉള്ളൂ. ഓ, ഞാനിപ്പോൾ അവരുമായിട്ടൊന്നും വലിയ അടുപ്പമില്ല ചേച്ചി എന്ന് പറയാം. ഈ നാട്ടിലൊരു വർത്താനമുണ്ട്, ഗംഗ വിനീതും തമ്മിൽ കല്യാണം കഴിക്കുമെന്നല്ലേ പറഞ്ഞു വെച്ചിരുന്നത്. ഇപ്പം വേറെ പെണ്ണിന്, ഇപ്പം ഗംഗയ്ക്ക് വേറെ ചെറുക്കനെ നോക്കുമല്ലേ? അക്കാര്യം ഞാനങ്ങ് മറന്നു. എനിക്കറിയാം, ഈ നാട്ടിലൊരു കല്യാണം നടക്കണമെങ്കിൽ ലൂസിയമ്മായി ചിന്തിക്കാതെ ഒന്നും നടക്കില്ലെന്ന്. അതൊക്കെ അത്രയേ ഉള്ളൂ. പണ്ടത്തെ കാലത്തെ ഞാനാ എല്ലാ കല്യാണവും നടക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അങ്ങനെയല്ലല്ലോ, എന്തോ കമ്പ്യൂട്ടറൊക്കെ വന്നിരിക്കുകയല്ലേ. കമ്പ്യൂട്ടറിൽ നോക്കി ചെറുക്കനും പെണ്ണിനെയും ഒക്കെ വീട്ടുകാർ തന്നെ കണ്ടെത്തും. പിന്നെ നമുക്കൊന്നും റോളില്ലല്ലോ. പക്ഷേ ഈ കല്യാണം നടക്കണോ വേണ്ടോ എന്ന് വേണമെങ്കിൽ ലൂസമ്മ തന്നെ തീരുമാനിക്കണം. ലൂസമ്മയ്ക്ക് അതിനുള്ള കഴിവുണ്ടെന്ന് എനിക്കറിയാം എന്നൊക്കെ പറയും കേട്ടോ. അവരൊരു പരദൂഷണം കൂടി പറഞ്ഞു പരത്തുന്ന സ്ത്രീയാണ്. അപ്പം എങ്ങനെയെങ്കിലും ഗംഗയുടെ കല്യാണം മുടക്കണം. അതുമാത്രമാണ് സുജാതയുടെ ആഗ്രഹം. അതിനായിട്ട് കുറച്ച് കാശും അവരുടെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുവാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും